കുഞ്ഞുങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവർ വിചാരിക്കുന്ന രൂപത്തിലൊന്നും കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. അവരിഷ്ടപ്പെടുന്ന ഭക്ഷണമൊന്നും ആസ്വദിച്ച് കഴിയാൻ കഴിയുന്നില്ല. അവരുടെ ജീവിത 10 മാസം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മളെ ചുമന്നെടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയെന്നാലും എനിക്കൊന്ന് കമിഴ്ന്ന് കിടക്കലാണ് എന്റെ സുഖമെന്ന് പറഞ്ഞത് ഒന്ന് കിടന്നിരുന്നുവെങ്കിൽ എന്റെ അന്ത്യമായിരുന്നു. ഇല്ല, എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും എന്നെ കരുതലോടെ തലോടിക്കൊണ്ടുവന്ന ഒരു മഹാശബ്ദത്തിന്റെ ഒരു മഹാസ്നേഹ വിപ്ലവ ലോകത്തിന്റെ നാമമാണ് ഉമ്മ എന്ന് പറയുന്നത്. അവരെ പറ്റി പറയുമ്പോൾ അല്ലാഹുവേ, ഞങ്ങൾ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഇവിടെ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്, പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്. ഈ മക്കളായ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പൊരുത്തപ്പെട്ടു തരണം. നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ മരുമക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒന്നാണ്. കുടുംബപരമായി ജീവിക്കുമ്പോൾ വാക്കിനാലും പ്രവൃത്തിയാലും മൗനത്താലും ഓട്ടത്തിനാലും തുടങ്ങിയ പല പല വിധത്തിലുമുള്ള വിഷമങ്ങൾ മാനസികമായി നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷേ ആ പ്രയാസങ്ങളെല്ലാം നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ദുഷിച്ച നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഉടമകളായതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും പൊരുത്തപ്പെട്ട് തരണമെന്ന് ഈ ഒരു അവസരത്തിന് ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്, ആ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്ന സമയത്ത് പോലും ചെറിയാരുടെ സങ്കടങ്ങൾ പറഞ്ഞിരുന്നത് അല്ലാഹുവിനോട് മാത്രമായിരുന്നു എന്നതാണ്. ആ ജീവിതം നമ്മളിലേക്ക് വിരൽ ചൂണ്ടുന്നതും അത് തന്നെയാണ്. മുഅ്മിനുകളെ, ഇത് പ്രയാസത്തിന്റെ ലോകമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ പരിചയപ്പെടുത്തിയതും ഈ ദുനിയാവ് ഒരു ജയിലറയാണ് എന്നതാണ്. അദ്ദുനിയ സജ്നുൽ മുഅ്മിൻ, ഇത് ദുനിയാവ് മുഅ്മിനിന്റെ പ്രയാസത്തിന്റെ വീടാണ്, ഒരു ജയിലറയാണെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോൾ എന്താണ് ജയിലിന്റെ സ്വഭാവം? ഒരു ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പ്രതിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റില്ല, ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാൻ പറ്റില്ല, ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാൻ പറ്റില്ല. എല്ലാവരും ടൈം ടു ടൈം ടേബിൾ അവിടെ നിന്ന് കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള സമയമുണ്ട്, ഭക്ഷിക്കാനുള്ള സമയമുണ്ട്. അങ്ങനെ ഓരോന്നിനും സമയം അവിടെ നിന്ന് നിജപ്പെടുത്തി വെച്ചതുപോലെ മുഅ്മിനായ മനുഷ്യരെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നിങ്ങൾക്കും അതിരുപരമ്പകളുണ്ട്. കാണേണ്ടതെല്ലാം കൊതിക്കുന്നത് കാണാൻ മതം അനുവദിക്കുന്നില്ല. കേൾക്കാണ്ടതെല്ലാം കൊതിക്കുന്നത് മുഴുവൻ കേൾക്കാൻ മതം അനുവദിക്കുന്നില്ല. അതേപോലെ ചെയ്യേണ്ടതെല്ലാം കൊതിയുണ്ടെങ്കിലും അത് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതിലെല്ലാം ആ ഒരു പരിധിയിൽ നിന്ന് പരിമിതിയുണ്ട് എന്ന ജീവിതത്തിന്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ചെറിയാക്കൽ എന്നുള്ളത്. അതുകൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പടച്ചവരിലേക്ക് നിങ്ങൾ നീങ്ങണം എന്നതല്ലേ അവിടെ നിന്ന് പറയുന്നത്. അസൽ കാക്കിയിലേക്ക് നിങ്ങൾ വന്നോളൂ നിങ്ങൾ എന്തായിരുന്നു അവിടത്തെ കുറിച്ച് പറയാനുള്ളത്? നിഷ്കളങ്കതയുടെ വിശ്വരൂപം എന്നതാണ്. ആരായിരുന്നു, എന്താണ് അസൽ കാക്ക എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഉത്തരം നിഷ്കളങ്കതയുടെ പര്യായം എന്നതായിരുന്നു, നിഷ്കളങ്കതയുടെ വിശ്വരൂപം എന്നാകുന്നതായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറയും, തൊള്ളയിൽ കൈയിട്ടാലും കടിക്കാത്ത മനുഷ്യൻ എന്നതാണ്. അല്ലേ? ഏത് മനുഷ്യരെ കണ്ടാലും, ചെറിയവരെ കണ്ടാലും, ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിത്വത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ വീക്ഷണങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ പലതുമായാൽ ഞാൻ അതിന്റെ തെറ്റുകാരനല്ല. എന്റെ വീക്ഷണങ്ങളും എന്റെ അനുഭവങ്ങളുമാണ് ഞാൻ പങ്കുവെക്കുന്നത്. അവിടെ ഏത് കുട്ടികളായാലും വലിയവനായാലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് കൊത്തിയിട്ടേ പോകുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് ഒരു വിളിച്ചു പറഞ്ഞിട്ട് അസൽക്കാക്ക് നമ്മളിൽ നിന്ന് പോവുകയുള്ളൂ. ഓർക്കണം, നിങ്ങൾ സഹജീവികളോട്, കൂടെയുള്ള കുടുംബക്കാരോട്, അതുപോലെ നമ്മുടെ കൂടെയുള്ള മുഴുവൻ ജനങ്ങളോട് മാന്യമായി പെരുമാറണം. അതാണ് നേരത്തെ പറഞ്ഞ സാമൂഹികപരമായിട്ടുള്ള ഒരു പ്രതിബദ്ധത എന്ന് പറയുന്നത്. സാമൂഹികപരമായിട്ടുള്ള പ്രതിബദ്ധതകൾ പുലർത്തിക്കഴിഞ്ഞാലാണ് നല്ലത്.